അടുത്തതായി നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻ ആർ എന്നുള്ള ഒരു സെലക്ഷൻ. അതിനു മുമ്പ് ഒരു രസകരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. രസകരം എന്ന് പറയാൻ പറ്റില്ല, അത് ഇച്ചിരി പേടിപ്പിക്കുന്നതും ഭയാനകവുമായ ഒരു സീനായിരുന്നു. നമ്മുടെ ബ്ലെസ്ലി ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം കളിച്ചു, ഒരു നാടകം. ഹബീബി എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലെസ്ലി ജയിലിനുള്ളിലായിരുന്നു, ബ്ലെസ്ലിയും അശ്വിനും. അപ്പോൾ പുറത്ത് നമ്മുടെ സുചിത്ര അല്ല ധന്യ അടിച്ചു വരുന്നു. കോൺവെന്റ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലെസ്ലി കുഴഞ്ഞു വീഴുകയാണ്. പെട്ടെന്നൊരു പെയിൻ വന്നു, ബോധം കെട്ട് വീഴുകയാണ്. എല്ലാവരും പാനിക്കായി. പെട്ടെന്ന് എല്ലാവരും ഓടി വന്നു. സ്വാഭാവികം, ഒരാൾ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ, ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പേടിക്കും, അടുത്ത് ചെല്ലും, നോക്കും. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബ്ലെസ്ലി ജയിലിനകത്തായിരുന്നു. എന്തു ഭാഗ്യം, ജയിൽ റൂൾസിൽ ജയിൽ അകത്ത് കയറാനോ പുറത്തേക്ക് കിടക്കാനോ ആർക്കും അവകാശമില്ല. അപ്പോൾ എല്ലാവരും വന്നു, ഇങ്ങനെ നിന്നു. അപ്പോൾ ഡോക്ടർ റോബിൻ ഉണ്ട്, ഹീസ് എ ഡോക്ടർ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഡോക്ടർ കയറി നോക്കൂ, പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ റോബിൻ എന്ത് ചെയ്തു? കയറിയില്ല. ആൾ പുറത്ത് നിന്ന് വീക്ഷിക്കായിരുന്നു, ഹീസ് ഒബ്സർവിങ്. കയറുന്ന് കുറേ പേര്, നമ്മുടെ ക്യാപ്റ്റൻ അടക്കം നവീൻ പറഞ്ഞു ക്യാപ്റ്റൻ കയറാൻ നിൽക്കുമ്പോഴേക്കും ഭാഗ്യത്തിന് നമ്മുടെ ബ്ലെസ്ലി ചാടി എഴുന്നേറ്റു. ഞാൻ നിങ്ങളെ പറ്റിച്ച് ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞു പെറ്റിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഫൂളാക്കി. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ആ ജയിലിനകത്തേക്ക് ആരെങ്കിലും ഒരാൾ കയറിയേനെ, എല്ലാവരും കൂടി കയറിയേനെ. എല്ലാവരും തുറക്കാനൊക്കെ ശ്രമിച്ചു. തുറന്ന് കയറിയെങ്കിൽ അവിടെ വേറൊരു പ്രശ്നമുണ്ടായേനെ. ഇതൊരു ജയിലാണ്, ആ ജയിലിനകത്തേക്ക് ആർക്കും കയറാൻ അവകാശമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ വരെ അവകാശമില്ല. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് കറക്റ്റ് ടൈമിങ്ങിൽ ബ്ലെസ്ലി എഴുന്നേറ്റു. എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ പറ്റിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത വഴിക്ക് ധന്യയും എല്ലാവരും കൂടി ധന്യയും ഡോക്ടർ റോബിനും തമ്മിലൊരു ചർച്ചയുണ്ടായി. എന്തുകൊണ്ടാണ് ഡോക്ടർ അകത്തേക്ക് കയറാണ്ടിരുന്നത്? ഒരു ഡോക്ടർ ആകുമ്പോൾ മറ്റുള്ളവരെക്കാൾ മുമ്പ് ചാടി കയറി നോക്കി രക്ഷിക്കാൻ, ലൈഫ് സേവ് ചെയ്യേണ്ട ഒരാളാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ഒരു നല്ലൊരു മറുപടി പറഞ്ഞു. ഇതുവരെ കുഴപ്പമില്ലാത്ത ഒരാൾ, ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോൾ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യണം. പക്ഷേ ഡോക്ടർ റോബിന് അറിയാം അതിനകത്ത് കയറാൻ പാടില്ല. 8 മാസം ഇരുന്ന് കണ്ടതിന് ഗുണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആളെല്ലാ സീസണും, മലയാളം മാത്രമല്ല ഹിന്ദിയും തമിഴും എല്ലാ ബിഗ് ബോസും കണ്ടിട്ടാണ് ആളോട് എത്തിയിരിക്കുന്നത്. തികച്ചും ഇന്നലെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ബാക്കിയുള്ളവർക്ക് ചാടി കയറാൻ അല്ലെങ്കിൽ ജയിലിൽ കയറി അകത്ത് കയറി ബ്ലെസ്സിനെ രക്ഷിക്കണം അല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ ഡോക്ടർ റോബിൻ പുറത്തു നിന്ന് നോക്കുകയാണ്. ബിക്കോസ് ആ കിടക്കുന്ന അല്ലെങ്കിൽ ആ വയ്യാതിരിക്കുന്ന ആള് അകത്താണ്, ജയിലിനകത്താണ്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിച്ചു ഡോക്ടർ റോബിന്റെ ഒരു ഗെയിം പ്ലേ. ആള് ഗെയിം റൂൾസും അല്ലാതും നോക്കി പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, വ്യക്തമായിരിക്കുന്നു. അവിടെ അത് കഴിഞ്ഞു. പിന്നീട് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിലേക്കാണ് വന്നത്. എല്ലാവരോടും 2 പേരെ വെച്ച് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ആ ഗെയിമിൽ പങ്കെടുക്കാൻ 3 പേർക്കാണ് അർഹത. അങ്ങനെ എല്ലാവരും സെലക്ട് ചെയ്തു. എല്ലാവരും വന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മുടെ റോൺസൺ, നമ്മുടെ നവീൻ, സുചിത്ര, റോൺസൺ, ഈ 3 പേർക്കാണ് കൂടുതൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത്. പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചു, ഞാനടക്കം പ്രതീക്ഷിച്ചിരുന്നു ലക്ഷ്മി പ്രിയയുടെ പേര് വരും, ലക്ഷ്മി പ്രിയയ്ക്ക് ഒരു ചാൻസ് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ ലക്ഷ്മി പ്രിയയുടെ പേര് വന്നില്ല. എന്തുകൊണ്ടാണ് ലക്ഷ്മി പ്രിയയുടെ പേര് ഒരാൾ പോലും പറഞ്ഞില്ല? സോ ഇൻഡയറക്ട്ലി എല്ലാവരും ലക്ഷ്മി പ്രിയനെ പോയിന്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നുണ്ട്. ആളൊരു സീനിയറാണ്, എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പലർക്കല്ല എല്ലാവർക്കും ഒരു താല്പര്യക്കുറവ് ലക്ഷ്മിയോട് ഉണ്ടെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് വ്യക്തമായി കാണിക്കുന്നുണ്ട് ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്കിൽ. എന്താ വെച്ചാൽ സുചിത്രയുടെ റീസൺ പറഞ്ഞത് നവീൻ ഒരു ഗുഡ് ക്യാപ്റ്റൻ, അതെന്ന് വെച്ചാൽ അശ്വിൻ ഗുഡ് ക്യാപ്റ്റൻസി കൈമാറിയപ്പോൾ നവീൻ നല്ല രീതിയിൽ ക്യാപ്റ്റൻസി പ്രകടനം അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് റോൾ നല്ല മികച്ചമായിട്ട് കാഴ്ചവെച്ചു. അപ്പോൾ സുചിത്രനെ സെലക്ട് ചെയ്യാൻ എല്ലാവരും റീസൺ പറഞ്ഞത് സുചിത്ര ചേച്ചി എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യാൻ എളുപ്പമാണ്, നല്ല രീതിയിൽ കുക്ക് ചെയ്യും. അപ്പോൾ സുചിത്ര ചേച്ചി. എന്നാൽ ഇതേ കുക്കിങ്ങും ഇതേ മിങ്കിളിങ്ങും ലക്ഷ്മി ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ബാക്കിയുള്ളവർ ലക്ഷ്മിയെ സെലക്ട് ചെയ്തില്ല? അല്ലെങ്കിൽ ഒരാൾ പോലും ലക്ഷ്മിയുടെ പേര് പറഞ്ഞില്ല. ഒന്നില്ലാത്ത നമ്മുടെ സൂരജ്, അഖിൽ, അപർണ, ജാനകി, ഇവരുടെ പേരൊക്കെ വന്നു. പക്ഷേ
ലക്ഷ്മി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ലക്ഷ്മിയുടെ ആ മുഖഭാവം, അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് അല്ലെങ്കിൽ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ലക്ഷ്മി എടുത്തു കഴിക്കുക എൻ്റെ പേര് ആരും പറയരുത്. ബിക്കോസ് അത് നമുക്ക് തന്നെ മനസ്സിലാക്കാം, ഒരാള് അത് ആഗ്രഹിക്കുന്നുണ്ട്, ആളത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആരും ലക്ഷ്മി പ്രിയയുടെ പേര് പറഞ്ഞില്ല. അവിടെ തകർന്നു, ലക്ഷ്മി പ്രിയയും തകർന്നു. ലക്ഷ്മിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവിടെ അതും തകർന്നു. പിന്നീട് അതിൽ വേറൊരു ലക്ഷ്മിക്ക് പിന്നെ അങ്ങോട്ട് സങ്കടം വന്നു. എന്തിനാന്ന് വെച്ചാൽ ജാസ്മിൻ റീസൺ പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്യാപ്റ്റനായിട്ട് രണ്ടുപേരെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ സെലക്ട് ചെയ്തത്. അതിന്റെ റീസൺ പറയാൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ ഇന്നലെയാണ് അത് സുചിത്ര ചേച്ചി കയറിയിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്തു, അപ്പൊ ഇന്നലെ എനിക്ക് മനസ്സമാധാനത്തോടെ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നമ്മുടെ ലക്ഷ്മി പ്രിയയുടെ നെഞ്ച് തുളഞ്ഞു കീറി. അങ്ങനെ ലക്ഷ്മി പ്രിയ വന്ന്, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ക്യാപ്റ്റൻസി ടാസ്കിൽ ആ ഗെയിമിൽ പങ്കെടുക്കാൻ 3 പേരെ സെലക്ട് ചെയ്തു. നമ്മുടെ നവീൻ, സുചിത്ര, റോൺസൺ 3 പേരാണ് സെലക്ട് ചെയ്തത്. പിന്നാലെ നമ്മുടെ ലക്ഷ്മി പ്രിയ പണ്ടത്തെ സീസണിലെ പോലെ സ്ട്രാറ്റജി, ജനങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടി ക്യാമറയുടെ മുമ്പിൽ ചെന്ന് സങ്കടം പറച്ചിലാണ്, ഞാൻ എന്ത് പറഞ്ഞിട്ടാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ കണ്ണീര് സീൻ, എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ കരച്ചിൽ പിടിച്ചിൽ. പിന്നെ അകത്ത് വന്ന് നമ്മുടെ ഡോക്ടർ റോബിൻ വീണ്ടും ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നു. ഡോക്ടർ റോബിൻ അവിടെ വെച്ച് പറയുമ്പോൾ വീണ്ടും ലക്ഷ്മി പ്രിയ പൊട്ടിക്കരയുന്നു. അങ്ങനെ കണ്ണീർ സീൻ നല്ല രീതിയിൽ പൊടുക്കി. എനിക്ക് തോന്നുന്നത് കണ്ണീർ സ്ട്രാറ്റജി അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് നമ്മുടെ മലയാളികളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം പിടിക്കാനാണ് എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്നാലും വളരെ രസകരമായ ഒരു സ്ട്രാറ്റജിയിലാണ് ലക്ഷ്മി പ്രിയ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡബിൾ വഞ്ചിയിൽ കാലിടുന്നു, കരച്ചിൽ, സിമ്പതി, കുലസ്ത്രീ, ഇങ്ങനെ ഓരോ എല്ലാ പട്ടത്തിലും നമ്മുടെ ലക്ഷ്മി പ്രിയയ്ക്ക് ഇപ്പൊ പട്ടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറ്റുള്ള കണ്ടസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ ലക്ഷ്മി പ്രിയനെ അറിയാതെ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഒഴിവാക്കുന്നുണ്ടെന്ന് ലക്ഷ്മി പ്രിയയ്ക്ക് ഇന്നലെ മനസ്സിലായി കഴിഞ്ഞു. ചോറാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാം. അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്കാണ് കിടക്കുന്നത്. കിഴിയെറിയ എന്നാണ് ക്യാപ്റ്റൻസി ടാസ്കിലെ ഗെയിമിന്റെ പേര്. അപ്പോൾ നമ്മുടെ റോൺസൺ, നവീൻ, സുചിത്ര അങ്ങനെ 3 പേരും 5 കിഴികളാണ് കയ്യിലുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. നല്ല മികച്ച ഒരു പ്രകടനമാണ് റോൺസനും നവീനും കാഴ്ചവെച്ചത്. ഈ കിഴി എറിഞ്ഞ് 5 തട്ടിൽ വൃത്താകൃതിയിൽ ഉള്ള ആ ബേസിൽ ഈ കിഴി എറിഞ്ഞ് അവിടെ എത്തിക്കണം. നല്ല ഹൈറ്റ് ഉണ്ട്. റോൺസൺ ആദ്യം കിഴി എറിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും നവീനും കംപ്ലീറ്റ് ചെയ്തു. സുചിത്ര 3 എറിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. റോൺസൺ ആദ്യം കംപ്ലീറ്റ് ചെയ്തു, പിന്നാലെ നവീൻ. പക്ഷേ ബിഗ് ബോസിനോട് ഒരു ചോദിച്ചു, ബിഗ് ബോസ് ടാസ്കിൽ പറഞ്ഞിട്ടുണ്ട് വൃത്താകൃതിയിൽ കറക്റ്റായിട്ട് വന്നിരിക്കണം, തട്ടിലാണ് വെറുതെ ഇരുന്ന പോരാ, വൃത്താകൃതിയിൽ വന്നിരിക്കാൻ പറഞ്ഞു. നമ്മുടെ കുട്ടിയകിലായിരുന്നു ജഡ്ജ്. അപ്പോൾ ബിഗ് ബോസിനോട് ചോദിച്ചു, അപ്പോൾ കുട്ടികളുടെ അഭിപ്രായം ഏതിലാണ് കറക്റ്റായിട്ട് ഇരിക്കുന്നത്, ഏറ്റവും കറക്റ്റ് പെർഫെക്ഷൻ ഇരിക്കുന്നത് നമ്മുടെ നവീനായിരുന്നു. അങ്ങനെ നവീൻ അറക്കലാണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ ടാസ്ക് കഴിഞ്ഞു. പിന്നാലെ അവർ പിന്നെ ആസ് യൂഷ്വൽ ഡിവൈഡ് ചെയ്യുന്നു ഓരോ ഗ്രൂപ്പ്, അല്ലെങ്കിൽ കിച്ചൺ ക്ലീനിങ്, ബാത്റൂം ക്ലീനിങ്, ക്യാപ്റ്റൻസി റൂം ക്ലീനിങ്, അങ്ങനെ ഓരോ ഇതിലേക്കും സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓരോ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ക്യാപ്റ്റൻസി റൂം അല്ലെങ്കിൽ ക്യാപ്റ്റൻ്റെ റൂം ക്ലീൻ ചെയ്യാനൊക്കെ നമ്മുടെ ശാലിനിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിലുപരി 24/7 നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ 24 മണിക്കൂർ സംപ്രേഷണം ചെയ്യുന്ന ആ പ്രോഗ്രാമിൽ ഞാൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 24/7 കാണുന്നവർക്ക് ഞാൻ ഇത് പറയാതെ തന്നെ കുറേ കാര്യങ്ങൾ അവിടെ നടന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അവിടെ ചർച്ച ചെയ്തു. സുചിത്ര പറഞ്ഞു ഞാൻ എന്തിനും റെഡിയാണ്. ലക്ഷ്മി പറഞ്ഞു എനിക്ക് കുക്കിംഗ് വേണ്ട, അവർ സമാധാനമായിട്ട് കഴിച്ചോട്ടെ, എനിക്ക് കുക്കിംഗ് ഒന്നും വേണ്ട, എന്നെ ബാത്റൂമോ എവിടെയെങ്കിലും ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവീനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ റിക്വസ്റ്റുകൾ ഉണ്ടായി. അതൊന്നും നമ്മുടെ എപ്പിസോഡില്ല അല്ലെങ്കിൽ ഇന്നലെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തപ്പോൾ ഒന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അങ്ങനെ ക്യാപ്റ്റന്റെ റൂം ക്ലീൻ ചെയ്യാൻ നമ്മുടെ ശാലിനെ സെലക്ട് ചെയ്തു. അതിൽ കുക്കിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ ദിൽഷ, ജാസ്മിൻ, ജാനകി, ധന്യ ഇവരൊക്കെയാണ് കുക്കിങ്ങിൽ ഇട്ടിരിക്കുന്നത്. ഈ കുക്കിങ്ങിൽ ഇട്ടപ്പോൾ കുക്കിംഗ് അറിയാതെ ജാസ്മിനെ പിടിച്ച് കുക്കിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം, അതവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ അശ്വിൻ, ബ്ലിസ്ലി, അതുപോലെ റോബിൻ, അപർണ. അതുപോലെ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ അശ്വിൻ, അപർണ, റോബിൻ.
അതുപോലെ ബ്ലെസ്ലി, ഇങ്ങനെ 4 പേരാണ് ഫ്ലോർ ക്ലീനിങ്ങിന് ഇട്ടിരിക്കുന്നത്. നല്ല നല്ല രീതിയിലുള്ള ഒരു സെലക്ഷൻ തന്നെയായിരുന്നു. പുതിയ പുതിയ ആൾക്കാരെ ഓരോ മേഖല അല്ലെങ്കിൽ ഓരോ ഡിവിഷനിലേക്കും അവർ എത്തിച്ചിട്ടുണ്ട്. പിന്നീട് അവിടെ നമ്മുടെ നവീനും റോൺസനും കൂടി ഒരു ചർച്ചയുണ്ടായി. അപ്പോൾ ആ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു, നവീൻ ക്യാപ്റ്റൻസിയിൽ നല്ല ഒരു മികച്ച ഒരു തീരുമാനമാണ് ഈ ഗ്രൂപ്പ് ഡിവിഷനിൽ നമുക്ക് കാണാൻ സാധിച്ചത്. നവീൻ പറഞ്ഞു, പുതിയ ആൾക്കാർ വരട്ടെ, പിള്ളേരൊക്കെ പഠിക്കട്ടെ. എന്താ വെച്ചാൽ കുക്കിംഗ് അറിയാത്ത ആൾക്കാരെ 2 പേരൊക്കെ അതിലിട്ടിട്ടുണ്ട്. കുക്കിംഗ് അറിയാത്തത് കൊണ്ട് അവർ പഠിക്കട്ടെ, എന്തിനാണ് ഈ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി പോകട്ടെ. അപ്പോൾ ഒരു മികച്ച ഒരു ക്യാപ്റ്റൻ തന്നെയാണ് നമ്മുടെ നവീൻ. അടുത്ത ആഴ്ചയിൽ എങ്ങനെയാണ് ക്യാപ്റ്റൻ. പിന്നെ നമ്മുടെ റോൺസൺ പറയുന്നുണ്ടായിരുന്നു, സുചിത്ര അവരോടൊക്കെ അവിടെ ഇരിക്കുമ്പോൾ പറയുന്നുണ്ടാവും, എനിക്ക് സുചിത്രയോ ആരോ ധന്യാണെന്ന് തോന്നുന്നു, നവീൻ്റെ ക്യാരക്ടർ എനിക്ക് ഇതൊരു പിടികിട്ടി. ധന്യാണ് റോൺസൻ്റെ അടുത്ത് ചോദിച്ചത്, എനിക്ക് നവീൻ്റെ ക്യാരക്ടർ ഇപ്പോഴും ഒരു പിടികിട്ടിയിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഹീസ് എ ഷോർട്ട് ടെമ്പേർഡ്, ഞാൻ ദേഷ്യപ്പെടുന്ന പെട്ടെന്ന് പ്രകടനയുള്ള അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് റോൺസനോട് പറഞ്ഞു. അപ്പോൾ റോൺസൺ തലയാട്ടിട്ട് പറഞ്ഞു, ശരിയാണ്, നവീൻ ഹീസ് എ ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് നവീൻ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ തുടക്കത്തിൽ ഇതിലാളിങ്ങനെ കൂളായി നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ നവീൻ്റെ സ്വഭാവം പുറത്തേക്ക് വരുമെന്ന് റോൺസൺ പറഞ്ഞു മുമ്പ് എപ്പോഴോ. അപ്പോൾ നമുക്കറിയില്ല ഈ ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ നവീൻ ഏറ്റെടുത്തു. ഇനി വരുന്ന ആഴ്ചയിൽ എങ്ങനെയായിരിക്കും, ദേഷ്യപ്പെടുമോ അല്ലെങ്കിൽ കലുഷിതമായ ഒരു രംഗം കാണാൻ സാധിക്കുമോ? എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രതീക്ഷ നവീനായിരിക്കും ഈ ആഴ്ച ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു കനൽഖനി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക്. കഴിഞ്ഞ ജാസ്മിനും റോബിനൊക്കെ തല്ലുകൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ലക്ഷറി ബഡ്ജറ്റ് അല്ലെങ്കിൽ ആ പോയിന്റ് കുറച്ച ദിവസം തല്ലുകൂടൽ അല്ലെങ്കിൽ ഫൈറ്റ് ഉണ്ടായി, ഒരു വാക്തർക്കമുണ്ടായി. അതിൽ അശ്വിൻ കിടന്ന് ഓളിട്ട് അലറിപ്പൊളിച്ചു, ഞാൻ ക്യാപ്റ്റനാണ്, എനിക്കൊരു വില തരൂ എന്നൊക്കെ പറഞ്ഞിട്ടും അവർ ലാസ്റ്റ് അവരെ പറഞ്ഞു കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ പറയുന്നത്. നവീൻ പറഞ്ഞു നിർത്തുന്നൊക്കെ പറഞ്ഞിട്ടാണ് അശ്വിന് പറയാൻ തന്നെ ഒരു അവസരം കിട്ടിയത്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിച്ചു, നവീനാണ് അവിടെ ആ ഒരു വഴക്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിൽ ഇടപെട്ട് ജാസ്മിനെയും ഡോക്ടർ റോബിനും ഇരുത്തിയത്. അപ്പോ ഈ ഒരാഴ്ച ക്യാപ്റ്റൻ നമ്മുടെ നവീനാണ്. ക്യാപ്റ്റന് ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലിവിങ് ആണ് ബിഗ് ബോസിൽ കാണാൻ സാധിച്ചത്. ക്യാപ്റ്റൻ സെപ്പറേറ്റഡ് റൂം. അപ്പോൾ നവീൻ അതിലൊക്കെ ഹാപ്പിയാണ്, ഹീസ് ഹാപ്പി. അപ്പോൾ റോൺസനും നവീനും ഒരു ഡിസ്കഷനാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവര് നല്ലൊരു തീരുമാനങ്ങളാണ് നവീൻ എടുത്തിരിക്കുന്നത്. ഇനി വരുന്ന ആഴ്ചയിൽ ക്യാപ്റ്റൻ എങ്ങനെയാണ് നമുക്ക് കണ്ടറിയാം. പിന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്, പിന്നീട് അവിടെ വരുന്നത് ബാത്റൂമിൽ അല്ലെങ്കിൽ ഡ്രസ്സിങ് ഏരിയ. അവിടെ നമ്മുടെ സുചിത്ര നമ്മുടെ ലക്ഷ്മിപ്രിയയ്ക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സീനാണുള്ളത്. അവിടെ എന്തൊക്കെയോ ലൂസ് ടോക്കും കെട്ടിപ്പിടുത്തവും എന്തൊക്കെയോ നടന്നു. എനിക്ക് എന്താ അതിനെ പറ്റി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിൽ നമ്മുടെ ശാലിനി സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എപ്പിസോഡിലൊക്കെ കാണുമ്പോൾ സൈലന്റ് ആണെങ്കിലും 24/7 കാണുമ്പോൾ 24 തത്സമയം സംപ്രേക്ഷണം കാണുമ്പോൾ ശാലിനി ഒരു സൈലന്റ് അല്ല. ആൾക്ക് കളിക്കാൻ അറിയാം, പക്ഷെ ആൾക്ക് അവസരം കിട്ടിയിട്ടില്ല. അറിയില്ല ഈ ആഴ്ച, ഇന്ന് നമ്മുടെ ലാലേട്ടൻ വരും, ഒന്ന് ശനിയാഴ്ച. അപ്പൊ ഇന്ന് ലാലേട്ടൻ വന്നിട്ട് എന്തൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ എന്തൊക്കെ ചീത്ത പറയും, അല്ലെങ്കിൽ ഡോക്ടർ റോബിനെ നല്ലത് പറയോ പൊട്ട പറയോ, ജാസ്മിനെ തെറി വിളിക്കോ എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. ജാസ്മിൻ പിന്നെ അവിടെ ഡോക്ടർ റോബിനെ ഇടിക്കും, തെറി പറയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ റോബിൻ നല്ല രീതിയിലാണ് സംസാരിച്ചത്. എന്നെ തൊടാൻ ആർക്കും അവകാശമില്ല, ഗെയിം റൂളായാലും പുറത്തായാലും നിയമപരമായിട്ടും എന്നെ തൊടാൻ അവകാശമില്ല. ഒരാൾ മീത്ത് അവരുടെ ക്യാരക്ടറാണ്, ഞാനത് അതിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. വാട്ടവർ. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പ്രിയയ്ക്ക് നമ്മുടെ സുചിത്ര ഡാൻസ് പഠിപ്പിച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഇരുന്ന് കറങ്ങി എന്തൊക്കെയോ, എനിക്ക് ആ ഡാൻസിനെ പറ്റി ആധികാരികമായിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെ പറ്റി പറയുന്നില്ല. കുണ്ടലിരിക്കലോ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നീട് നമുക്ക് നമ്മുടെ റോൺസൺ, നമ്മുടെ ജിമ്മൻ, അയാൾ ഈ 5-6 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നത്, നല്ല ബോയിൽഡ് ചിക്കൻ, നല്ല പ്രോട്ടീൻ ടേക്കൊക്കെ എടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്തോ വിശന്നപ്പോൾ എന്തോ ഇച്ചിരി ഡിലെ പഴയ ഒരു ഫുഡ് കഴിച്ചു. ആൾക്ക് ഫുഡ് പോയ്സൺ ആണ്. നമ്മുടെ പാവം റോൺസൺ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടുന്നില്ല. സെൽഫി ഇപ്പോൾ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു ടാസ്ക് ഉണ്ട്, ഈവനിങ് ടാസ്ക് ആയിട്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആ വീഡിയോയിൽ കാണാം ഇടയ്ക്ക് റോൺസനകത്ത് എന്താ പറയുക, റോൺസൺ പറഞ്ഞു ഈ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ
ചുമതലകൾ ഏൽപ്പിക്കുമ്പോൾ റോൺസൺ പറഞ്ഞു എനിക്ക് ബാത്റൂം മതി, എനിക്ക് ബാത്റൂമാണ് എനിക്ക് സൗകര്യം, അപ്പോൾ പെട്ടെന്ന് ബാത്റൂമിൽ പോയാലും ഞാൻ തന്നെ കഴുകിക്കോളാം, ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. റോൺസിന് ഫുഡ് പോയ്സൺ ആണ്. അപ്പോൾ റോൺസിൻ്റെ കാര്യം ഇച്ചിരി കഷ്ടമാണ്. നല്ല 6 നേരമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് അത് കുറയുമ്പോൾ തന്നെ പ്രശ്നങ്ങളായിരിക്കാം ഈ ഫുഡ് പോയ്സണും ലൂസ് മോഷനൊക്കെ. കുഴപ്പമൊന്നുമില്ല, നല്ല ക്ഷീണമുണ്ട് ആൾക്ക്, ആ ക്ഷീണമുള്ള മുഖത്ത് കാണാനുണ്ട്. പിന്നെ ബിഗ് ബോസ് പ്ലസിൽ നമുക്ക് കാണാൻ സാധിച്ചു നമ്മുടെ സെൽഫി അല്ലെങ്കിൽ സ്വയം പരിചയപ്പെടുത്തൽ നമ്മുടെ ധന്യയുടെ കഥ പറഞ്ഞു. അതുപോലെ സുചിത്ര, ലക്ഷ്മിപ്രിയ, റോൺസൺ ഇവരുടെ കഥകളാണൊക്കെ പറയുന്നത്. ആസ് യൂഷ്വൽ അവർക്ക് പറയാനുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഓരോ കഥകൾ, അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ. അപ്പം അതൊക്കെ തന്നെയാണ് ഇന്നലെ ബിഗ് ബോസ് പ്ലസിലും പറഞ്ഞത്. അതിൽ ധന്യയുടെ കഥ കേട്ടിട്ട് ലക്ഷ്മിപ്രിയ വന്ന് കെട്ടിപ്പിടിക്കലും കരച്ചിലും. പക്ഷെ എന്നാലും പണ്ട് ബിഗ് ബോസ് സീസൺ 4 കണ്ടിരുന്ന ഒരു ഓവർ സെന്റിമെന്റൽ കരച്ചിൽ അല്ലെങ്കിൽ കണ്ണുനീർ സീനുകളും ഒന്നും അധികം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ലക്ഷ്മിപ്രിയ തന്നെയാണ് ഇച്ചിരി ഓവറാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് സീസൺ 4 Day 5 വിശേഷങ്ങൾ. ഇന്ന് ലാലേട്ടൻ വരും, ഇന്നും നാളെയും നമ്മുടെ ലാലേട്ടൻ വരും. ഈ ആഴ്ച ആര് പുറത്തു പോകും? 16 പേരും നോമിനേറ്റഡ് ആണ്. ഈ 16 പേരിൽ ആരെങ്കിലും ഇന്ന് പുറത്തു പോവും? ഇനി വൈൽഡ് കാർഡ് എൻട്രി ഒരാൾ പുതിയത് അകത്തേക്ക് വരുമോ? ഒന്നും നമുക്ക് അറിയില്ല. ബിഗ് ബോസ് സീസൺ 4 ഈസ് അൺപ്രഡിക്റ്റബിൾ. കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ബിഗ് ബോസിനെ പറ്റി അറിയാനായി മീഡിയഗ്രാം ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ദിസ് ഇസ് RJ കിരൺ കുമാർ സൈനിങ് ഓഫ് ഫ്രം മീഡിയഗ്രാം.